നമസ്കാരം. ലോഗോസ് ക്വിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇനി കാണാൻ പോകുന്നത് പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, അവിവേകിയുടെ പ്രതീക്ഷകൾ എങ്ങനെയുള്ളവയാണ്? ഉത്തരം വ്യർത്ഥവും നിരർത്ഥകവുമാണ്. അത് 34-ാം അധ്യായം 1-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം, സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എന്തിനെ പിടിക്കുന്നവനെ പോലെയാണ്? ഉത്തരം നിഴലിനെ. അത് 34-ാം അധ്യായം 2-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം, എന്തൊക്കെയാണ് മിഥ്യയായിട്ടുള്ളത്? ഉത്തരം നിമിത്തം, സ്വപ്നം. അത് 34-ാം അധ്യായം 5-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം, എന്തിനെ ആശ്രയിക്കുന്നവനാണ് പരാജയപ്പെട്ടിട്ടുള്ളത്? ഉത്തരം സ്വപ്നങ്ങളെ. അത് 34-ാം അധ്യായം 7-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, വിവേകത്തോടെ സംസാരിക്കുന്നവൻ ആര്? ഉത്തരം അനുഭവസമ്പന്നൻ. അത് 34-ാം അധ്യായം 9-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം, ദൈവഭക്തന്റെ പ്രത്യാശ ആരിലാണ്? ഉത്തരം അവൻ്റെ രക്ഷകനിൽ. അത് 34-ാം അധ്യായം 13-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം, ആരുടെ ബലികളിലാണ് അത്യുന്നതൻ പ്രസാദിക്കാതിരിക്കുന്നത്? ഉത്തരം ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. അത് 34-ാം അധ്യായം 19-ാം വാക്യത്തിലാണുള്ളത്. എട്ടാമത്തെ ചോദ്യം, ദരിദ്രൻ്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലി അർപ്പിക്കുന്നവൻ ആരെപ്പോലെയാണ്? ഉത്തരം പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെ. അത് 34-ാം അധ്യായം 20-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം, ദരിദ്രൻ്റെ ആഹാരം അപഹരിക്കുന്നവൻ ആരാണ്? ഉത്തരം കൊലപാതകിയാണ്. അത് 34-ാം അധ്യായം 21-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം, വേലക്കാരൻ്റെ കൂലി കൊടുക്കാതിരുന്നാൽ അത് എന്താണ്? ഉത്തരം രക്തച്ചൊരിച്ചിൽ. അത് 34-ാം അധ്യായം 22-ാം വാക്യത്തിലാണുള്ളത്. ഇന്ന് നാം കണ്ട ബൈബിൾ ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.